നമുക്ക് ആരംഭിക്കാം. ബഹുമാനപ്പെട്ട സ്റ്റാൻലി മാത്യു ജോൺ അച്ഛൻ പ്രാർത്ഥിച്ച് ആരംഭിക്കും. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, തന്നെ ആമേൻ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ ഈ വൈകിയ സമയം തിരുമുൻപാകെ വചന പഠനത്തിനായി കടന്നു വരുവാൻ ഞങ്ങളെ എല്ലാവരെയും ദൈവമേ നീ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അബ്രഹാമിന്റെ ജീവിതത്തോടും പ്രവർത്തനങ്ങളോടും നിന്നോടുള്ള സമീപനങ്ങളും പഠിക്കുവാനൊക്കെ ദൈവമേ നീ അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എടുക്കുന്ന പാത, ഞങ്ങൾ എടുക്കുന്ന വഴിയാത്ര, അത് ഞങ്ങൾ തന്നെ വിചിന്തനം ചെയ്യുവാൻ ഇന്നത്തെ വചനധ്യാനം മുഖാന്തരമാക്കണമേ. ദൈവമേ, ഇന്ന് വചനം പഠിക്കുവാൻ താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന നിന്റെ പ്രിയ മക്കളോട് ദൈവമേ നീ അവിടുന്ന് ഇടപെടണമേ, വചനം സംസാരിക്കണമേ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയും നിന്നെ മഹത്വപ്പെടുത്തുവാൻ, വചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾക്കായി ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. വേദനയിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ അനൂപജനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ അവിടുന്ന് നിന്റെ മകനെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാകുന്നു. നിന്റെ ഹിതം നിറവേറുവാൻ ദൈവമേ നീ അവിടുന്ന് സമ്മതിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നീ വ്യക്തമായും സ്പഷ്ടമായും ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിന് നേതൃത്വം നൽകുന്ന ഈ പിന്നച്ചനും ആയി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തികളെയും തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ വായനകൾ, ഞങ്ങളുടെ ധ്യാനം നിനക്ക് പ്രസാദകരമായി തീരണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു പാട്ട് പാടി മുൻപോട്ട് പോകാം. നമ്മുടെ ബ്ലൂ ബുക്ക് ഉണ്ടല്ലോ, ഓൾ ഹെയിൽ ദ പവർ ഓഫ് ജീസസ് നെയിം, അതിൽ നമ്പർ 55 ജീവിത യാത്രക്കാര കാലടികൾ എങ്ങോട്ട് എന്ന പാട്ട്. യാത്രക്കാര കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലുണ്ട്. നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലുണ്ട്. അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ, പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമിതേ, കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ. പൊന്നിൻ ചിറകു നിനക്കുമിതേ, കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ. സൂര്യനിൻ താപമോ ഘോരമാം മാരിയോ, നിന്നെ ആലട്ടായൻ പൊന്മകനേ. ജീവിത യാത്രക്കാരാ കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലുണ്ട്. നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലുണ്ട്. വൈഷമ്യമാം മേടുകളിൽ എങ്ങനെ നീ കടക്കും, എങ്ങനെ നീ യോർദാനിന്റെ അക്കരെ ചെന്ന്
വന്നു ചേരും. നിന്തോണിയിൽ കർത്തനേശുവുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥനാ ഗാനമുണ്ടോ? നിന്തോണിയിൽ കർത്തനേശുവുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥനാ ഗാനമുണ്ടോ? പുത്തൻ ഗാനാലാപം പാടി സ്തുതിക്കുവാൻ ഹൃത്തിയുടെ സ്വർഗീയ ശാന്തിയുണ്ടോ? ജീവിതയാത്രക്കാരാ കാലാടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 5 മുതൽ 13 വരെ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 13 വേഴ്സസ് ബിഗിനിങ് ഫ്രം 5 to 13 വായിക്കാം. അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരീസ്യരും വന്ന ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളും ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ പഠനം ചോയ്സ് ബിറ്റ്വീൻ ദ റോഡ് വെൽ ട്രാവൽ ആൻഡ് ദ റോഡ് ലെസ് ട്രാവൽ. അബ്രാമും ലോത്തും തമ്മിൽ പിരിയുന്ന സാഹചര്യമാണ് ഇന്നത്തെ വേദഭാഗത്ത് നമ്മൾ വായിച്ച് കേട്ടത്. എന്തുകൊണ്ടാണ് അവർ പിരിഞ്ഞത്? അതിന്റെ കാരണങ്ങൾ എന്ത്? ഈ പിരിച്ചിലിൽ രണ്ടുപേരും സ്വീകരിച്ച നിലപാടുകൾ എന്തൊക്കെ? അതെങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പിൻപറ്റുവാനായിട്ട് സാധിക്കുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന്റെ അടിസ്ഥാനം. വളരെ പ്രസിദ്ധമായ ഒരു കവിത റോബർട്ട് ഫ്രോസ്റ്റിൻ്റെതായിട്ടുണ്ട്, ദ റോഡ് ലെസ് ട്രാവൽ. അധികം ആൾ സഞ്ചരിക്കാത്ത വഴി എന്നാണ് ആ കവിതയുടെ മലയാള അർത്ഥം. അവിടെ ഇങ്ങനെ അതിന്റെ ആദ്യത്തെ വരികൾ ഇങ്ങനെയാണ്: Two roads diverged in a wood, and I choose to the one less traveled by, and that has made all the difference. രണ്ട് വഴികൾ, അതിൽ ഒരു വഴിയെ അധികം ആളുകൾ നടന്നിട്ടില്ലാത്ത ഒരു വഴിയാണ്, അല്ലെങ്കിൽ അധികം ആളുകൾ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വഴി. ആ വഴി ഞാൻ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പാണ് എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും മാറ്റിമറിച്ചത് എന്നാണ് കവി പറയുന്നത്.
നമ്മുടെ ജീവിതത്തിലും നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പാദങ്ങൾ എവിടെയാണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആരംഭത്തിൽ പാടിയത്, ജീവിത യാത്രക്കാര കാലടികൾ എങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിൽ എന്ത്? എന്താണ് ഈ ലോക യാത്രയിൽ നമ്മുടെ ലക്ഷ്യം? ഏത് വഴിയാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്? ശരിയായ വഴിയിലാണോ നമ്മുടെ യാത്ര? ഇതൊക്കെ ഇന്നത്തെ ഈ വേദഭാഗത്തുകൂടിയുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഫോർ അബ്രഹാം എവറിഥിങ് ഈസ് ഇൻ സ്മൂത്ത് സെയിലിംഗ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നെങ്കിലും ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചവനാണെങ്കിലും അവന്റെ ജീവിതയാത്ര എപ്പോഴും ഒരു സുഖകരമായ കപ്പൽ യാത്ര ആയിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ സ്മൂത്ത് സെയിലിംഗ്. ശാന്തമായ ഒരു യാത്ര ഒരിക്കലും ആയിരുന്നില്ല എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. After his return to Canaan from Egypt, there arises a conflict between himself and his nephew Lot. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്, ഈജിപ്തിൽ നിന്ന് അവർ മടങ്ങി കനാനിൽ വന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ തന്റെ സഹോദരപുത്രനായ ലോത്തുമായി ഒരു വലിയ തർക്കം ഉടലെടുക്കുന്നതായിട്ട് നമ്മൾ കാണും. It was a conflict that had serious ramifications and had to be resolved. ഇത് വളരെ ഗൗരവപരമായ ഒരു പ്രശ്നമാണ് അവരുടെ ഇടയിൽ ഉണ്ടായത്. How this conflict was settled is the focus of the message or the study this evening. എങ്ങനെയാണ് അബ്രാമും ലോത്തും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടത്? അതാണ് ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ പഠനം. എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കേണ്ടത്? നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഇതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്നത്തെ വേദഭാഗം. Just like Abraham, there are times in life when conflicts and troubles arise. How we deal with those conflicts and troubles reveals more about our characters than we want to admit. നമ്മുടെ ജീവിത വഴിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന നിലപാടുകളാണ് നാം ആരാണെന്ന് ലോകത്തോട് പറയും, അല്ലെങ്കിൽ വെളിവാക്കും. Because what you are when the pressure is on is what you really are. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ മേൽ സമ്മർദ്ദം അധികമുള്ളപ്പോൾ നമ്മൾ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തുന്നത്. വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങനെയൊരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്: യു ക്യാൻ മെഷർ എ പേഴ്സൺസ് ക്യാരക്ടർ ബൈ ദ ചോയ്സസ് ഹി ഓർ ഷീ മേക്സ് അണ്ടർ പ്രഷർ. ഒരാളുടെ വ്യക്തിത്വത്തെ അളക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സന്ദർഭം അവനോ അവളോ ഒരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നോക്കിയാൽ മതി എന്നാണ് ചർച്ചിൽ പറയുന്നത്. 3 മേജർ ടൈറ്റിലുകളിലായി ഇന്നത്തെ പഠനത്തെ തരംതിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തേത് ദ ട്രബിൾസം പ്രോബ്ലം. അലട്ടുന്ന, ട്രബിൾസം എന്ന വാക്കിന്റെ മലയാള അർത്ഥം അലട്ടുന്ന, ആയാസപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗം, നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ,
അബ്രാമിനെയും ലോത്തിനെയും ഇവിടെ അലട്ടുന്ന പ്രശ്നങ്ങൾ. വാക്യങ്ങൾ 5 മുതൽ 7 വരെ, 5 to 7. The cause of the problem, 5 and 6, 5 6 വാക്യങ്ങൾ. എന്താണ് കാരണം? Both Abram and Lot had gained immense wealth and power. Verse 6 clearly tells us their possessions were so great that they could not dwell together. പറയുന്നു, അവരുടെ സമ്പത്ത് അധികമായതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് പാർക്കുവാൻ കഴിയാതെ വന്നു. അപ്പോൾ the root cause of their problem, എന്താണ് അവരുടെ മൂല കാരണം? സമ്പത്തിന്റെ അമിതമായ വർധനവാണെന്നാണ് പറയുന്നത്. Having much can sometimes cause conflicts. Having much can cause sometimes conflicts. സമൃദ്ധി ചിലപ്പോഴെങ്കിലും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് തീരാം. Many of us tend to think more is always better. നമ്മൾ എല്ലാവരും തന്നെ ചിന്തിക്കാറുണ്ട്, അധികം കിട്ടുന്നതാണ് നല്ലത്, അധികം ഉള്ളതാണ് നല്ലത്, അധികം നേടുന്നതാണ് നല്ലത്. More is better. എന്നാൽ ഇവിടെ പറയുന്നത് സമ്പത്തിന്റെ അമിതമായ വർധനവ് സഹോദരങ്ങളെ തമ്മിൽ അകറ്റി എന്നാണ് പറയുന്നത്. So having much can cause trouble or conflict sometimes. എപ്പോഴും അല്ല, എല്ലായിടത്തും അല്ല എന്നുള്ളത് ഓർക്കുക. If we had more money or time or friends, we would be happier and at peace. ഇതാണ് നമ്മുടെ ചിന്ത. കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര സൗകര്യമായേനെ, സന്തോഷമായേനെ. കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ, കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നേനെ. കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. എല്ലാം നമ്മൾ വിചാരിക്കുന്ന എന്താണ്? മോർ ഈസ് ഓൾവേസ് ബെറ്റർ. എന്നാൽ അങ്ങനെയാകണമെന്നില്ല എന്നാണ് ഈ അബ്രാമിന്റെയും ലോത്തിന്റെയും സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. We often pursue a promotion only to find ourselves getting home much later, sleeping less, and devoting less time to their family and church. വളരെ നേരത്തെ ആരംഭിച്ച് വളരെ നേരത്തെ വരെ അധ്വാനിക്കുക, ഉറക്കളച്ച് അധ്വാനിക്കുക, പള്ളിയിൽ പോകാൻ പോലും സമയമില്ലാതെ പ്രവർത്തിക്കുക. ഇതൊക്കെ ചിലപ്പോൾ നല്ലതാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ അധികം ഒരിക്കലും നല്ലതാകണമെന്നില്ല എന്നൊരു ചിന്തയും കൂടിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്തയുടെ ആദ്യത്തെ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പഠനം എന്താണ്? Are you pursuing something right now that may cause conflict with your family, your friends or church? നമ്മൾ ആരെങ്കിലും ഇന്ന് ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മെ കുടുംബത്തിലോ വ്യക്തിബന്ധങ്ങളിലോ അയൽപക്ക ബന്ധങ്ങളിലോ ഇടവക ബന്ധത്തിലോ സഭാബന്ധത്തിലോ സമൂഹ ബന്ധത്തിലോ കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അതല്പം കുറച്ച് നേടുന്നതാണ് നല്ലത്. എല്ലാത്തിൻ്റെയും അമരം വേണം എന്ന ആഗ്രഹം മാറ്റി ആവശ്യങ്ങൾക്ക് മതി എന്നുള്ള ഒരു ചിന്തയിലേക്ക് നാം വളരേണ്ടത് ആവശ്യമാണ്. Why must you have this possession? Reward or possession? എന്തിനാണ് നമുക്ക് ഈ പൊസഷൻസ്? ഇത് കോൺഫ്ലിക്റ്റിനാണെങ്കിൽ അല്പം കുറച്ച് പോരെ? കൂടുതൽ ഉണ്ടാക്കി കൂടുതൽ വഴക്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? സമാധാനം കെടുത്തേണ്ട ആവശ്യമുണ്ടോ?
കുടുംബത്തിൽ സമയം കൊടുക്കാതെ ഓടേണ്ട കാര്യമുണ്ടോ? അതാണ് ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്യു 6:19-21, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, when our things control us, then we are headed for trouble. നമ്മളുടെ വസ്തുക്കൾ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കലഹത്തിലേക്കും പ്രതിസന്ധിയിലേക്കും നടന്നു നീങ്ങുകയാണ്. Not wrong to have things. Please don't misunderstand me. Not wrong to have things as long as things don't have you. നേടുന്നതിന് ഒരു കുഴപ്പവുമില്ല, എവിടം വരെ നേടുന്നത് നമ്മെ നിയന്ത്രിക്കാൻ ഇടയാകാതിരിക്കുന്നിടം വരെ. നേടുന്നതിന് ഒരു കുഴപ്പമില്ല. Not wrong to have things as long as things don't have you. ഇന്ന് തിരിച്ചാണ്. നമ്മൾ നേടിയത് പലതും ഇന്ന് നമ്മെ അങ്ങ് നിയന്ത്രിക്കുകയാണ്. Our possessions are controlling us. That will definitely lead to conflict. അത് നിശ്ചയമായും തർക്കത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് നമ്മെ നയിക്കും. അല്ല, എങ്ങനെയാണ് ഈ തർക്കത്തെ അബ്രഹാം നേരിടുന്നത്? How Abraham and Lot responded to this crisis in the family says a lot about the character of each. രണ്ടുപേരുടെയും സ്വഭാവം, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കോൺഫ്ലിക്റ്റിൽ എങ്ങനെയാണ് ഒരു നിലപാട് എടുക്കുന്നതെന്നുള്ളതാണ് ഒരു വ്യക്തി ആരാണെന്ന് വെളിപ്പെടുത്തും. അപ്പോൾ ഇനി നമ്മൾ രണ്ടുപേരും കോൺഫ്ലിക്റ്റ് കൈകാര്യം ചെയ്ത രീതിയിലേക്ക് പോവുകയാണ്. If you want to know the true character of any person, just see how they respond in a time of crisis or conflict. ആദ്യമായി നമുക്ക് അബ്രഹാം സ്വീകരിച്ച മെത്തേഡ് നോക്കാം. കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ വേണ്ടി അബ്രഹാം സ്വീകരിച്ച നിലപാട് എന്താണ്? He put forth a tender proposal. അബ്രഹാം വളരെ മൃദുവായ ഒരു നിർദ്ദേശം ലോത്തിന്റെ മുൻപിൽ വെക്കുകയാണ്. ടെൻഡർ പ്രൊപ്പോസൽ. ടെൻഡർ എന്ന വാക്കിന്റെ മലയാള അർത്ഥം മൃദുവായ, സ്നേഹമുള്ള, വാത്സല്യമുള്ള എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളൊന്ന് പാരഫ്രൈസ് ചെയ്ത് പറഞ്ഞാൽ, വളരെ വാത്സല്യത്തോടെ ഉള്ള ഒരു നിർദ്ദേശം അബ്രഹാം ലോത്തിന്റെ മുൻപിൽ വെക്കുകയാണ്. അബ്രഹാമിന്റെ പ്രശ്നപരിഹാരത്തിനുള്ള സമീപനം എന്ന് പറയുന്നത് മൃദു സമീപനമാണ്, വാത്സല്യമുള്ള സമീപനമാണ്. അതെന്തൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ മൃദു സമീപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, വേഴ്സ് 8, 8-ാം വാക്യം. This involved a plea for peace. സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു യാചനയാണ് അബ്രഹാമിന്റെ നിർദ്ദേശം. പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്ന അബ്രഹാം ആദ്യമായിട്ട് മുൻപോട്ട് വയ്ക്കുന്നത് വളരെ വളരെ മൃദുവായ ഒരു അപേക്ഷയാണ്. സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ. Plea for peace. Abraham displays a loving, gracious spirit when he deals with Lot.
he gives a twofold reason as to why they should live in peace. രണ്ട് കാരണങ്ങൾ അബ്രഹാം ഇവിടെ നിരത്തുകയാണ് സമാധാന ജീവിതത്തിന് വേണ്ടി. ഈ രണ്ട് നിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, അബ്രഹാം പറഞ്ഞു, we are brethren, നമ്മൾ സഹോദരങ്ങളല്ലയോ? അതാണ് അബ്രഹാമിന്റെ ഒന്നാമത്തെ കൺസേൺ. We should love and respect each other. നമ്മൾ സഹോദരങ്ങളായതുകൊണ്ട് നമ്മൾ അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം ബഹുമാനിക്കുകയും വേണം എന്നാണ് അബ്രഹാം ഇവിടെ പറയുന്നത്. Even in the best of circumstances, trouble is always a possibility. എത്ര നല്ല സാഹചര്യമാണെങ്കിലും, എത്ര നല്ല കുടുംബ ബന്ധങ്ങളാണെങ്കിലും, എത്ര നല്ല ഭാര്യാഭർത്തൃ ബന്ധങ്ങളാണെങ്കിലും, trouble is always a possibility. പ്രശ്നം എപ്പോഴും ഒരു സാധ്യതയാണ്. There should be peace, love and tenderness between siblings, among the church members. But because we are sinful humans, trouble often arises. നമ്മൾ പാപികളായ മനുഷ്യരായതുകൊണ്ട് ഏത് സമയത്തും പ്രതിസന്ധി ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിലും, അപ്പൻ മക്കൾ ബന്ധത്തിലാണെങ്കിലും, ഇടവക ബന്ധത്തിലാണെങ്കിലും, ഓഫീസിലാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മൾ മനുഷ്യരായതുകൊണ്ടും മാനുഷികമായ ബലഹീനതകൾ നമുക്കുള്ളതുകൊണ്ടും ഏത് സമയത്തും ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് we must be cautious. നമ്മൾ എപ്പോഴും കരുതലുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ നാം കാണുകയാണ്, വഴക്ക് മൂത്തപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ലോത്തെ, നമ്മൾ സഹോദരന്മാരല്ലയോ? അതുകൊണ്ട് നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരി എന്ന് പറഞ്ഞാൽ എന്താ? സഹ ഉദരി, ഉദരം ഷെയർ ചെയ്തയാൾ, അമ്മയുടെ ഉദരത്തിൽ ഉദരത്തിന്റെ സൗകര്യങ്ങളെ പങ്കിട്ടെടുത്തവർ എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് സഹോദരൻ സഹോദരി. നമ്മൾ സഹോദരങ്ങൾ അല്ലേ? The best course of action is to forgive and forget. Matthew 18:21-22. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉടലെടുക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം, നമ്മൾ ആരാണ്? നമ്മൾ ആരാ? We are brethren. We are brothers and sisters. നമ്മൾ സഹോദരി സഹോദരന്മാർ അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്നവരെ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഇടർച്ചയിൽ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണമേ. സഹോദരങ്ങളോട് ക്ഷമിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഒരു പീസ് ഓഫ് ലാൻഡിന്റെ പേരിൽ, ഒരുപക്ഷെ ഒരു വീടിന്റെ പേരിൽ, ഒരുപക്ഷെ എന്തെങ്കിലും സ്വത്തിന്റെ പേരിൽ മിണ്ടാതെ ഇരിക്കുന്ന, പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അബ്രഹാം സ്വീകരിച്ച ഈ ടെൻഡർ ആറ്റിറ്റ്യൂഡ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യം. രണ്ടാമതായിട്ട് അബ്രഹാം സജസ്റ്റ് ചെയ്യുന്ന കാര്യം, the heathen are watching.
ഈ കനാൻ നാട്ടിലുള്ള മറ്റ് ജാതിക്കാരായ ആളുകൾ നമ്മളെ വാച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ തമ്മിൽ വഴക്കടിക്കാൻ പാടില്ല. വേഴ്സ് 7b 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് പറയുകയാണ്, The Canaanites were living around them at that time. കനാന്യർ ഇവരുടെ ചുറ്റും അന്ന് പാർക്കുന്നുണ്ടായിരുന്നു. രണ്ട് പ്രശ്നങ്ങളാണ് അവിടെ അബ്രാം നിരത്തുന്നത്. ഒന്ന്, it placed both Abram and Lot in danger. If these warlike people saw an opportunity to attack them and take their possessions, they would. അപ്പോൾ അബ്രാം പറയുന്നത്, ഈ കനാന്യർ നമ്മൾ തമ്മിൽ വഴക്കടിക്കുകയാണെന്ന് കണ്ടാൽ അവരെന്ത് ചെയ്യും? നമ്മുടെ സ്വത്ത് അവരെടുത്തോണ്ട് പോകും, അവര് കൈവശപ്പെടുത്തും. നമ്മൾ തമ്മിലുള്ള വഴക്ക് മൂലം നമ്മളുടെ രണ്ടുപേരുടെയും നന്മ ആര് കൊണ്ടുപോകും? കനാന്യർ കൊണ്ടുപോകും. അത് അപകടമാണ് എന്ന് അബ്രാം ചൂണ്ടിക്കാണിക്കുകയാണ്. സെക്കൻഡ്, no doubt these people were keenly interested in Abram's God. They would evaluate his religion by the effect it had on his life. രണ്ടാമത്തെ പ്രശ്നം എന്തുവാ? അബ്രാമിന്റെ ആരാധനയും അബ്രാമിന്റെ ദൈവവും ഒക്കെ കനാന്യർ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. അവർക്ക് അബ്രാമിന്റെ ദൈവത്തിൽ താല്പര്യമുണ്ട്. എന്നാൽ അബ്രാമും ലോത്തും തമ്മിൽ വഴക്കുണ്ടായാൽ അവർ അബ്രാമിന്റെ ദൈവത്തെ ഉപേക്ഷിച്ചു കളയും. അബ്രാമിന്റെ ദൈവത്തോടുള്ള കനാന്യരുടെ താല്പര്യം എന്തുമൂലം കുറയും? അബ്രാമും ലോത്തും തമ്മിലുള്ള കലഹം മൂലം കുറയും എന്നാണ് പറയുന്നത്. ഒന്നെന്തുവാണ്? നമ്മൾ തമ്മിൽ വഴക്കുണ്ടായാൽ നമ്മുടെ നന്മയെ ചുറ്റുമുള്ള അന്യജാതിക്കാർ കൊണ്ടുപോകും. രണ്ട്, നമ്മൾ തമ്മിൽ വഴക്കുണ്ടായാൽ നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് നെഗറ്റീവായി പോകും എന്നാണ്. The same problem confront the church in our day. ഇതേ പ്രശ്നം ഇന്ന് നമ്മുടെ സഭയിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു ആത്മശോധനയ്ക്ക് വേണ്ടി മാത്രം 2 സെന്റൻസ് ഇവിടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ ദൈവത്തോട് അവമതിപ്പ് തോന്നുന്ന പ്രവർത്തികൾ വല്ലതും നടന്നിട്ടുണ്ടോ കഴിഞ്ഞ നാളുകളിൽ? നമ്മുടെ ഇടവകയിൽ ഉണ്ടായ ചില ഡിസ്പ്യൂട്ടുകൾ, നമ്മൾ ഇവിടെ ഉയർത്തിക്കാട്ടിയ ചില പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവർ നോക്കി ചിരിക്കാൻ കാരണമായിട്ടുണ്ടോ? നമ്മുടെ തന്നെ സഹോദര സ്നേഹമില്ലാത്ത പെരുമാറ്റങ്ങൾ, എഴുത്തുകുത്തുകൾ, even some cases അബ്രാമും ലോത്തും തമ്മിലുള്ള പ്രതിസന്ധിയേക്കാൾ രൂക്ഷവും മോശവുമായി പോയിട്ടില്ലേ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. We are brothers and sisters. We are the heirs of one bread.
ഒരിടവക എന്ന നിലയിൽ നമ്മൾ ഒരപ്പത്തിന്റെ അവകാശികളാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ചില ചെയ്തികളൊക്കെ നമുക്ക് മാനമാണോ അപമാനമാണോ എന്ന് നാം ചിന്തിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതലയെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, മിയാ കുൾപ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ലോത്തിനെ അബ്രാം വാൺ ചെയ്യുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം. ഇറ്റ് ഇൻവോൾവ്ഡ് എ പ്ലീ ഫോർ പീസ്. സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു യാചനയാണ് അബ്രാം ഇവിടെ നടത്തുന്നത്. രണ്ടാമതായിട്ട് ഇൻവോൾവ്ഡ് എ പ്രൈസ് ഫോർ പീസ്. സമാധാനത്തിന് വേണ്ടി അബ്രാം ഒരു വില കൊടുക്കുകയാണ്. സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് വില കൊടുത്തെങ്കിലേ സാധിക്കത്തുള്ളൂ. പ്രൈസ് ഫോർ പീസ്. ഇവിടെ നാം വായിക്കുന്നു, അബ്രാം വില്ലിംഗ്ലി ഗേവ് അപ്പ് ഹിസ് റൈറ്റ്സ് ആസ് ദി എൽഡർ ഓഫ് ദി ഫാമിലി. കുടുംബത്തിലെ മുതിർന്നയാൾ എന്ന നിലയ്ക്കുള്ള തന്റെ അധികാരങ്ങളെ അബ്രാം ഉപേക്ഷിക്കുകയാണ്. He could have chosen first, but he yielded to Lot. മുതിർന്നയാളായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ആദ്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അബ്രാമിൻ്റെതാണ്. എന്നാൽ അബ്രാം അത് ലോത്തിന് കൊടുക്കുകയാണ്. He willingly placed Lot's happiness, wishes and rights ahead of his own. തന്റെ സന്തോഷത്തെക്കാൾ, തന്റെ അവകാശത്തെക്കാൾ തന്റെ സഹോദരപുത്രനായ, തന്നെ അനുഗമിച്ചു കൂടെ വന്ന ഒരാൾ മാത്രമായ ലോത്തിന് അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ്. This is not something that we see very often. ഇത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്വഭാവമല്ല. But it is what believers are supposed to do. എന്നാൽ ഇതാണ് വിശ്വാസികൾ ചെയ്യണം എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ഫിലിപ്പിയൻസ് 2:4, റോമൻസ് 15:1. We should never compromise the truth to please anybody. However, there are times when we should give in to the wishes, needs and rights of others. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും നീതിയുടെ മാർഗം വിട്ടുകളയരുത്. എന്നാൽ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി നമുക്കുള്ളത് സ്വല്പം അയഞ്ഞു കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇന്ന് അനേക സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാതെ ഇരിക്കുന്നതിന്റെ കാരണം ഒരു ചെറിയ കഷണം ഭൂമിയോ ഒരു ചെറിയ എമൗണ്ട് പണമോ ഒക്കെയാണെന്നുള്ളത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എത്ര സങ്കടകരമാണ്. നമ്മൾ ഒരിക്കലും നീതി വിട്ട് പെരുമാറരുത്, കോംപ്രമൈസ് ചെയ്യരുത്, ഒത്തുതീർപ്പ് ചെയ്യരുത്. എന്നാൽ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി ഒരല്പം താഴ്ന്നു കൊടുത്താൽ അതിൽ പ്രയാസമൊന്നുമില്ല. നമുക്കറിയാം, കുഞ്ഞുനാളിലൊക്കെ കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളോടൊപ്പമാകാൻ നമ്മളും മുട്ടിലിഴയുന്ന ഒരു കളിയുണ്ടായിരുന്നു. പ്രായമുള്ളവർ മുട്ടുകുത്തി നിന്നിട്ട് പുറത്തു കയറിയിരിക്കാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ ഓർക്കുന്നു. ആന കളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 3 വയസ്സുള്ള എന്റെ മുൻപിൽ 9 വയസ്സുള്ള എന്റെ ജ്യേഷ്ഠൻ കുനിഞ്ഞെങ്കിലേ എനിക്ക് മോളിൽ കയറാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ എന്നെ പുറത്ത് കയറ്റാൻ വേണ്ടി കുനിഞ്ഞു തന്ന ജ്യേഷ്ഠൻ ഒരിക്കലും ജ്യേഷ്ഠനല്ലാതാവുന്നില്ല.
ജ്യേഷ്ഠൻ തന്നെയാണ്. എന്നാൽ എന്ത് പറ്റി? എന്ത് ചെയ്തു? എന്റെ സന്തോഷത്തിന് വേണ്ടി അല്പസമയം മുട്ടിലിഴയാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഇതാണ് അബ്രാം ഇവിടെ ചെയ്തത്. തന്റെ സഹോദരപുത്രൻ ലോത്ത് സന്തോഷിക്കാൻ വേണ്ടി അബ്രാം അവിടെ കുനിഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമതായിട്ട്, ഇറ്റ് ഇൻവോൾവ്ഡ് എ പ്രോമിസ് ഫോർ പീസ്. ഇത് സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു വാഗ്ദത്തം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഹൗ കുഡ് അബ്രാം സോ ഈസിലി ഗീവ് അപ്പ് ദ ബെസ്റ്റ് ഓഫ് ദ ലാൻഡ് ടു ലോത്ത്? എങ്ങനെയാണ് ഇത്ര എളുപ്പം അബ്രാമിന് ഭൂമിയിൽ ഏറ്റവും നല്ലത് തന്റെ സഹോദരപുത്രന് വിട്ടുകൊടുക്കാൻ സാധിച്ചു? Because Abraham knew that his course was safe with God. അബ്രാമിന് അറിയാമായിരുന്നു തന്റെ കാര്യം പിതാവായ ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് അല്പം വിട്ടുകൊടുത്തത് കൊണ്ട് എനിക്ക് ഒരു ദോഷവും വരത്തില്ല എന്ന് അബ്രാം വിശ്വസിച്ചു. The Lord has already promised to Abraham. എന്താ പറഞ്ഞത്? 12-ാം അധ്യായം 7-ാം വാക്യം. God has already promised to give him all the land, all inverted comma. സകല ഭൂമിയും അവന് കൊടുക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് ഓഫ് ലാൻഡിന് വേണ്ടി ഞാൻ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് എന്ന ബോധ്യമാണ് അബ്രാമിനെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചത്. When a believer's faith truly rests in the Lord, then they can afford to hold their possessions and their rights very loosely. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഭൂമിയിലെ തന്റെ സമ്പാദ്യങ്ങളെ അല്പം ലൂസാക്കി കളയുന്നതിൽ പേടിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. Abraham did not get mad, bitter or puffed up when he did not get his way. That is the way of Christ and the will of God. രണ്ടാമത്തെ ചിന്തയും ഞാനിവിടെ അവസാനിപ്പിക്കാം. അബ്രാമിന് താൻ ഉദ്ദേശിച്ച ലാൻഡ് കിട്ടാതെ വന്നപ്പോൾ കയ്പൊന്നും തോന്നിയില്ല. അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിയില്ല. പകരം വിട്ടുകൊടുത്തതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് യേശു ക്രിസ്തുവും കാൽവറി കുരിശിൽ നമുക്ക് കാണിച്ച് തന്നത്. രണ്ടാമത്തെ ചിന്തയും ഭാഗവും ഞാനിവിടെ വിടുകയാണ്. A tender propose. Finally, മൂന്നാം ഭാഗം, a tragic plan or proposal. അതാരുടേതാണ്? ലോത്തിൻ്റെതാണ്. ട്രാജിക് എന്ന വാക്കിന്റെ അർത്ഥം പരിതാപകരമായ, ദുഃഖപര്യവസായിയായ, ദുരന്തപൂർണമായ എന്നൊക്കെയാണ്. ട്രാജിക്, ട്രാജഡി. എ ട്രാജിക് പ്ലാൻ, ദുഃഖപര്യവസായിയായ ഒരു പ്ലാൻ. ഇവിടെ ശ്രദ്ധിക്കണം, Abraham got Lot out of Egypt, but never got Egypt out of Lot. Abraham got Lot out of Egypt, but never got Egypt out of Lot. അബ്രാം ലോത്തിനെ ഈജിപ്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. പക്ഷേ ഈജിപ്തിനെ ലോത്തിന്റെ ഉള്ളിൽ നിന്ന് കളയാൻ സാധിച്ചു.
കനാനിൽ ജീവിച്ചപ്പോഴും ലോത്തിന്റെ ഉള്ളു നിറയെ എന്താണ്? ഈജിപ്റ്റാണ്. എപ്പോഴും നാം ഓർക്കണം, Sodom's green grass is always fertilized by Sodom's sewage. സോതോമിലെ പച്ചപ്പുൽപ്പുറങ്ങൾ എപ്പോഴും സോതോമിലെ സ്യൂവേജ് വാട്ടർ കൊണ്ട് നനയ്ക്കപ്പെട്ടതാണ്. Lot got he wanted but lost what he had. ലോത്ത് ആഗ്രഹിച്ചത് അവന് കിട്ടി, പക്ഷേ ലോത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അവന്റെ കയ്യിൽ നിന്ന് പോയി. എന്താ കയ്യിൽ ഉണ്ടായിരുന്നത്? അബ്രാമിനോടുകൂടെ ഒരുമിച്ച് കൂടാരത്തിൽ പാർത്ത് ദൈവത്തെ ആരാധിച്ചു വന്ന ലോത്തിന് കയ്യിലുണ്ടായിരുന്ന ആത്മീയ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അവൻ ആഗ്രഹിച്ച ഭൂമി കിട്ടി, അവന്റെ കയ്യിലുണ്ടായിരുന്ന നന്മയെല്ലാം നഷ്ടപ്പെട്ടു. ലോത്തിന്റെ പ്ലാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് ആലോചിക്കാം. ആഗ്രഹിച്ച നേട്ടങ്ങൾക്ക് വേണ്ടി നാം ഓടി അതൊക്കെ കയ്യിലാക്കി. എന്നാൽ കയ്യിലുണ്ടായിരുന്ന നന്മകൾ കൈമോശം വന്നു പോയിട്ടുണ്ടോ? Lot got what he wanted but lost what he had. ഇവിടെ 3 ചെറിയ ചിന്തകളാണ് ലോത്തിന്റെ തീരുമാനം സംബന്ധിച്ച് പറയേണ്ടത്. 1, Lot lived by sight. Verse 10, 10ാം വാക്യം. ലോത്ത് കാഴ്ചയാൽ ജീവിച്ചു. Lot made his decision based upon what his eyes told him. അവന്റെ കണ്ണ് അവനോട് പറഞ്ഞത് അനുസരിച്ചാണ് അവൻ ജീവിച്ചത്. He claimed the land that appeared best for raising flocks and herds. കന്നുകാലികളെയും ആടുമാടുകളെയും വളർത്തുവാൻ നല്ലതെന്ന് തോന്നുന്ന സ്ഥലമാണ് ലോത്ത് തിരഞ്ഞെടുത്തത്. He did not consult with God. He just looked until he saw what pleased him and what is he chose. അവന്റെ കണ്ണിനെ സന്തോഷിപ്പിച്ചത്, അവന്റെ കണ്ണുകൾക്ക് ഇമ്പമായത് സ്വന്തമാക്കുവാനാണ് ലോത്ത് ശ്രദ്ധിച്ചത്. അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചു. He gratified his flesh. അവനവന്റെ ശരീരത്തെ, അവന്റെ ജഡത്തെ സംതൃപ്തിപ്പെടുത്തി. He did just what Eve did in the garden. ഏദനിൽ ഹവ്വ ചെയ്തത് തന്നെയാണ് ഇവിടെ ലോത്തും ചെയ്യുന്നത്. He allowed his flesh to live for him. അവനവന്റെ ശരീരത്തെ, അവന്റെ ജഡത്തെ അവനു വേണ്ടി ജീവിക്കുവാൻ, ജഡത്തിനു വേണ്ടി ജീവിക്കുവാൻ അവൻ വിട്ടുകൊടുക്കുകയാണ്. It is a dangerous thing to live to fulfill the appetites and lusts of the flesh. ജഡത്തിന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച്, ജഡത്തിന്റെ അഭിരുചികൾക്കനുസരിച്ച് ജീവിക്കുന്നത് എല്ലായ്പ്പോഴും അപകടകരമാണ്. അതാണ് ഇവിടെ ലോത്തിന് സംഭവിക്കുന്നത്. ലോത്ത് lived by sight. അതാണ് അവന്റെ ട്രാജിക് പ്ലാൻ.
ദുരന്ത പര്യവസായിയായി തീരുവാനുള്ള ഒന്നാമത്തെ കാര്യം, അവൻ വിശ്വാസത്താലല്ല ജീവിച്ചത്, പകരം കാഴ്ചയാലാണ് ജീവിച്ചത്. രണ്ടാമതായിട്ട്, ലോത്ത് ലിവ്ഡ് ഫോർ സെൽഫ്. അവൻ സ്വയത്തിനു വേണ്ടി ജീവിച്ചു. വേഴ്സ് 11, 11-ാം വാക്യം. ലോത്ത് ചോയ്സ് demonstrated a total lack of regard for the needs of Abraham. അബ്രഹാമിന്റെ ആവശ്യങ്ങളെ കുറിച്ച് അശേഷം ബോധമില്ലാതെ ലോത്ത് തെരഞ്ഞെടുപ്പ് നടത്തി. നമ്മുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ എങ്ങനെയാണ്? He didn't respect Abraham at all. അബ്രഹാമിനെ അല്പം പോലും മാനിക്കാത്ത ഒരു തീരുമാനമാണ് ലോത്ത് എടുത്തത്. ലോത്ത് lived to please one person, and that one person was Lot. ലോത്ത് എല്ലായ്പ്പോഴും ജീവിച്ചത് ഒറ്റ ഒരാളിനെ മാത്രം പ്രസാദിപ്പിക്കാൻ വേണ്ടിയാ. ആ ആൾ ആരായിരുന്നു? ലോത്ത് തന്നെ ആയിരുന്നു. അവനെ പ്ലീസ് ചെയ്യാൻ, അവനെ തന്നെ പ്രസാദിപ്പിക്കാനുള്ള ജീവിതം, അതാണ് സ്വയ കേന്ദ്രീകൃത ജീവിതം എന്ന് പറയുന്നത്. He was selfish to the core. അങ്ങേയറ്റം സ്വാർത്ഥനായ മനുഷ്യൻ. He is a perfect description of many in our day. നമ്മുടെ കാലഘട്ടത്തിലെ പലരും, ഒരുപക്ഷെ ഞാനും നിങ്ങളും തന്നെ ലോത്തിനെ പോലെ ആകാൻ സാധ്യതയുണ്ട്. Everything is about my rights, my wants, my needs, my life, my way, etc. എന്റെ അവകാശങ്ങൾ, എന്റെ ആവശ്യങ്ങൾ, എന്റെ ജീവിതം, എന്റെ കുടുംബം, ഇങ്ങനെ മാത്രം പറയുന്ന, ചിന്തിക്കുന്ന ആളുകൾ. എന്നാൽ ഓർക്കണം, that is not a way of life that is pleasing to the Lord. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വഴി അതല്ല എന്ന് നാം ഓർക്കണം. Your life like that, and you will always be mad at somebody over something. You will always have your feelings hurt about some issue or the other. നാം നമുക്ക് വേണ്ടി ജീവിച്ചാലുള്ള അപകടം അതാണ്. തന്റെ പിതൃതുല്യനായ അബ്രഹാമിനെ അശേഷം മാനിക്കാത്ത ഒരു ജീവിതം. നമ്മളൊക്കെ ഇന്ന് ഇവിടെ വന്ന് സൗകര്യമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ചില കേസസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്കറിയാം, എന്തോരം സമ്പത്തുണ്ട്. ബോംബെയിൽ തന്നെ 3-4 വീടുണ്ട്. എന്നാൽ നാട്ടിലുള്ള റബ്ബർ വെട്ടുകാരനായ സഹോദരന്റെ ആകെയുള്ള കുടുംബസ്വത്തിൽ 12.5 സെന്റിൽ എന്റെ അവകാശമാണ് 6.25 എന്ന് പറയുന്ന മാർത്തോമക്കാരുടെ കേസ് എനിക്കറിയാം. ഇറ്റ് ഈസ് അൺക്രിസ്ത്യൻ. ഇതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല. നമ്മളാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. There are cases. We never respect our brothers. We never respect our sisters. അവർക്കെല്ലാം കൊടുക്കാനുള്ളത് അന്നേ കൊടുത്തതായ, ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ട്രാജിക്കായി പോവാതിരിക്കണമെങ്കിൽ നമ്മൾ സഹോദരങ്ങളെ മൈൻഡ് ചെയ്യുന്നവരായി ഇരിക്കണം. അവസാനമായിട്ട്, ലോത്ത് lived in Sodom.
സോഡോമിലാണ് ലോത്ത് ജീവിച്ചത്. വേഴ്സസ് 12 and 13, 12-13. Lot left the life of a pilgrim behind and settled down among the sinners of Sodom. ശരിക്കും അബ്രാമും ലോത്തും ഒക്കെ ആരായിരുന്നു? They were pilgrims. നമ്മൾ ഇനി മുമ്പോട്ട് പഠിക്കുമ്പോൾ ഈ പിൽഗ്രിം നേച്ചറിനെ കുറിച്ച് തന്നെ ഒരു സെഷൻ വരുന്നുണ്ട്. ഈ ലോകത്തിൽ തീർത്ഥാടകരായി വിളിക്കപ്പെട്ടവരായിരുന്നു അബ്രാമും ലോത്തും ഇന്ന് നമ്മളുമൊക്കെ. പക്ഷേ ലോത്ത് ആ പിൽഗ്രിം നേച്ചർ അങ്ങ് കളഞ്ഞു. എന്നിട്ട് then he settled among the sinners of Sodom. അബ്രാം തന്റെ ലോത്ത് താൻ തീർത്ഥാടകനാണെന്ന ഭാവം മറന്നിട്ട് സോദോമിലെ പാപത്തിന്റെ നടുവിൽ കൂടാരമടിച്ച് ജീവിച്ചു. He raised his family there. അവന്റെ കുടുംബത്തെ അവിടെ വളർത്തി, കുഞ്ഞുങ്ങളെ അവിടെ വളർത്തി. He also lost his family and his testimony in that place. ദൈവം സഞ്ചരിക്കാൻ പറഞ്ഞെടുത്ത് കുടിയിരുന്നവനുണ്ടായ അപകടം നോക്കിക്കേ. അവന്റെ കുഞ്ഞുങ്ങളും നഷ്ടമായി, അവന്റെ സാക്ഷ്യവും നഷ്ടമായി. He lost his children and his testimony. എന്നാൽ ലോത്തിനെ കുറിച്ച് പറയുന്നത് അവൻ നീതിമാനായിരുന്നു എന്നാണ്. He was a just man. However, that is no way for a believer to live. He was a just man. അവൻ നീതിയുള്ള മനുഷ്യനായിരുന്നു. However, that is no way for a believer to live. Sodom culture വിശ്വാസിക്കുള്ളതല്ല. To some extent നമ്മളൊക്കെ ജീവിക്കുന്ന ഇടത്ത് സോദോമിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അത് ചലഞ്ച് ചെയ്യുന്നുണ്ട്, പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ പ്രാർത്ഥിച്ചോണം. കാരണം സോദോം കൾച്ചറിൽ ആയി പോകാൻ ഇടയാകരുത്. അങ്ങനെ ആയിപ്പോയാൽ എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും? നമ്മുടെ ജനറേഷൻ നഷ്ടപ്പെടും, നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടും എന്നുള്ളത് മറക്കരുത്. അബ്രാമും ലോത്തും പ്രശ്നപരിഹാരത്തിനായി സ്വീകരിച്ച നിലപാടുകൾ. ഒന്ന്, ഒരു ടെൻഡർ അപ്രോച്ച്, വളരെ മൃദുവായ, വളരെ സൗമ്യമായ, വളരെ വാത്സല്യത്തോടെയുള്ള ഒരു സമീപനം. രണ്ടാമത്തെ ആൾ സ്വീകരിച്ചതോ ഒരു ട്രാജിക് പ്ലാൻ, ദുഃഖ പര്യവസായിയായി തീർന്ന ഒരു മാർഗമാണ് സ്വീകരിച്ചത്. Sadly, Lot's way of reacting to trouble is the way chosen by most of us in our day. നിർഭാഗ്യവശാൽ ലോത്തിന്റെ മാർഗം സ്വീകരിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. പ്രശ്നപരിഹാരത്തിനായി ലോത്തിന്റെ മാർഗം സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടി വരും. These men needed to separate, but Lot chose the wrong path and he chose it with the wrong attitude. His choice led him down and cost him plenty. Abraham's choice brought him blessing and honor. രണ്ടുപേരും തെരഞ്ഞെടുപ്പ് നടത്തി. Abraham chose the road less traveled. Lot chose the road well traveled.
if you had to be honest this evening, compare yourself to one or the other of these men, which would it be? അവസാനിപ്പിക്കുകയാണ് ഈ പഠനം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിൽ ഏത് മനുഷ്യന്റെ മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത്? അബ്രഹാമിന്റെ ടെൻഡർ പാത്താണോ, ലോത്തിന്റെ ട്രാജിക് പാത്താണോ? Some of us have issues with other believers, with our own brothers and sisters. My dear friends in Christ, you must get that settled. ഒരുപക്ഷെ സഹോദരങ്ങളുമായി ഇഷ്യൂസ് ഉള്ളവർ ഈ പഠനത്തിൽ സംബന്ധിക്കുന്നുണ്ടായിരിക്കും. സഹവിശ്വാസികളുമായി മിണ്ടാട്ടമില്ലാത്തവർ, വൈരാഗ്യമുള്ളവർ ഇതിൽ സംബന്ധിക്കുന്നുണ്ടാകാം. യു മസ്റ്റ് ഗെറ്റ് ദാറ്റ് സെറ്റിൽ. അത് നിങ്ങൾ പരിഹരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ God cannot bless you and use you for his glory until that is taken care of. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കണമെന്നുണ്ട്. പക്ഷെ അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോൺഫ്ലിക്റ്റ് സെറ്റിൽ ചെയ്യണം. അബ്രഹാമിന്റെ മാർഗം സ്വീകരിക്കണം. ലോത്തിന്റെ മാർഗം ക്രിസ്തീയമല്ല. Some have problem with being self-centered. ചിലർക്ക് സഹോദരങ്ങളോടൊന്നും പ്രശ്നം കാണത്തില്ല, സഹവിശ്വാസികളോടും കാണത്തില്ല. പക്ഷേ പ്രശ്നം എന്തുവാ? സെൽഫ് സെന്റേർഡ് ആണ്, സ്വയകേന്ദ്രീകൃതമാണ്, വേറെ ആരെയും പ്രവേശിപ്പിക്കുന്നു. Some others may have trouble forgiving. വേറെ ചിലർക്ക് ക്ഷമിക്കാനുള്ള ട്രബിൾ ആയിരിക്കും. Whatever you need, there is help in the Lord if you will come to him. എന്ത് തന്നെയാണ് നമ്മുടെ പ്രതിസന്ധിയെങ്കിലും നാം ദൈവത്തിലോട്ട് അടുത്തു വന്നാൽ ദൈവം അത് പരിഹരിച്ചു. നമ്മൾ ഇന്ന് കണ്ടത് a road well traveled and a road less traveled. Well traveled റോഡിലൂടെ ധാരാളം ആളുകളാണ് സഞ്ചരിക്കുന്നത്. ലെസ് ട്രാവൽഡ് റോഡ് എന്താണ്? അധികം ആരും തിരഞ്ഞെടുക്കാത്ത വഴി. എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴി തിരഞ്ഞെടുക്കുന്നതല്ല ക്രിസ്തീയത. അധികം ആളുകൾ തിരഞ്ഞെടുക്കാത്ത വഴി തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവിന്റെ വഴി എന്താണ്? ഞെരുക്കവും ഇടുക്കവും ഉള്ളതാണ്. നമുക്കൊരു പാട്ടുണ്ട്, വിശാലവാതിൽ നാശത്തിൻ പാത, ജീവന്റെ മാർഗം ഞെരുക്കമുള്ളത്, കടന്നു പോയിടാ നായകൻ പിൻപേ, എത്തിടുമേ വാഗ്ദത്ത നാടതിൽ, നിൻ വഴികൾ നീ ഭരമേൽപ്പിച്ചിടൂ, പോകേണ്ടും പാത കാണിക്കും സർവദാ, സത്യവും നീ ഇടറാതെ പോക വിശ്വാസ പാതയിൽ, സത്യവും ജീവനും മാർഗവും ഒന്നേ, ഇടറാതെ പോക വിശ്വാസ പാതയിൽ. തീർച്ചയായിട്ടും നീതിയുടെയും നന്മയുടെയും വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. റോഡ് ലെസ് ട്രാവൽ. ഇവിടെ പൊടിയുണ്ട്, കല്ലുണ്ട്, കുണ്ടുണ്ട്, കുഴിയുണ്ട്. എന്നാൽ അതിലേക്കൂടെ പോകാനാണ് നമ്മുടെ നിയോഗം. അബ്രഹാം ടുക്ക് ദാറ്റ് പാത്ത്. ലോത്തോ വിശാല വഴി തിരഞ്ഞെടുത്തു.
എന്താണ് സംഭവിച്ചത്? He lost his children and his testimony. അവന്റെ കുഞ്ഞുങ്ങളെയും അവന്റെ തലമുറയെയും നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, അവന്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി. നല്ല പാത തിരഞ്ഞെടുത്ത് ക്രിസ്തുവിന്റെ അനുകാരികളായി മുൻപോട്ട് പോയി ജീവിതത്തിൽ സാക്ഷ്യമുള്ളവരായി ഇരുപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന നല്ല ഫെലോഷിപ്പിനായി സ്തോത്രം. നിന്റെ വചനം പഠിക്കുവാൻ ഈ സന്ധിയിലും നീ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. എവിടെയൊക്കെയാണ് ഞങ്ങൾക്ക് അമെൻമെന്റ്സ് വേണ്ടത്, എവിടെയൊക്കെയാണ് ഞങ്ങൾക്ക് കറക്ഷൻസ് വേണ്ടത്, കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവെ, നീതിയുടെ പാത എപ്പോഴും ഇടുക്കമുള്ളതും അധികം ആളുകൾ പോകാത്തതുമാണല്ലോ. അത് തിരഞ്ഞെടുക്കുവാനുള്ള ഹംബിൾനെസ്, വിനയം, അതിനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ വേണ്ടി വരുമ്പോൾ അബ്രഹാമിന്റെ മാർഗത്തിൽ, മാതൃകയിൽ തിരഞ്ഞെടുപ്പുകളെ നടത്തുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, ഈ പഠനങ്ങളൊക്കെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരണമേ. ഇന്ന് സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണം. വന്നു ചേരാൻ കഴിയാതെ പോയവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ കാത്തുകൊള്ളണം. യേശു മശിഹ മൂലം താഴ്മയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. കടങ്ങളും ദോഷങ്ങളും എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കുള്ളതാകുന്നു. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും കാവലും നിങ്ങൾ എല്ലാവരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും ഇന്ന് നമ്മോടുകൂടെ ഇല്ലാതെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നമ്മുടെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളോടും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? നമ്മുടെ അനൂപച്ചന്റെ വാർത്ത നമ്മെ എല്ലാവരെയും വല്ലാതെ സങ്കടപ്പെടുത്തുകയാണ്. അച്ഛന്റെ മരണം സംഭവിച്ചിട്ടില്ല, എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഈസ് ക്ലിനിക്കലി ഡെഡ്. അപ്പോ എന്നാൽ ദൈവത്തിന് ഇനിയും സാധിക്കും എന്നുള്ള പ്രത്യാശയിൽ നമ്മൾ